ഇന്ന് നമുക്കൊന്ന് കുട്ടനാട്ടിൽ പോയി കള്ളു കുടിച്ചാലോ? അമ്മ രാവിലെ കുത്തിപ്പൊക്കണ ഷാപ്പിൽ പോവാന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. എന്താണെന്നോ എവിടെയാണെന്നോ ഒരു ഐഡിയ ഇല്ല. ഒരുങ്ങി ഒന്ന് കാറി കയറി ഇരുന്നാൽ വന്ന് മാത്രമാണ് അച്ഛന്റെ ഇൻസ്ട്രക്ഷൻ. അപ്പൊ അങ്ങനെയൊക്കെ ഒരുങ്ങി ഇറങ്ങി പോകുന്ന വഴിക്ക് അടിപൊളി ഒരു ലൊക്കേഷൻ ആയി ചേട്ടനെ കണ്ടു. അപ്പൊ ഫ്രഷ് പച്ചക്കറി എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും കൂടെ ചാടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളൊരു 45 മിനിറ്റോളം ഡ്രൈവ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ഥലത്ത് എത്തുന്നത് കേട്ടോ. ആലപ്പുഴയിൽ തന്നെ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ഒരു ഷാപ്പാണ് ഇത്. അച്ഛന്റെ സജഷൻ ആണ്, അടിപൊളിയായിരുന്നു. ഇന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ശരിക്കും ഷോക്കായി. സാധനങ്ങളൊക്കെ നിരത്തി വെച്ചേക്കുന്ന കണ്ടപ്പോഴത്തേക്കിനും ഫുള്ള് കൺഫ്യൂഷൻ. എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം? എനിക്കാണെങ്കിൽ കുറേ ഫുഡ് സാധനങ്ങളും കണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങോട്ട് ബ്ലാങ്ക് ആയി പോകും. ഇങ്ങനത്തെ നാടൻ വെറൈറ്റീസ് പിടിക്കുന്നതിന് അമ്മയ്ക്കൊരു പ്രത്യേക സ്കില്ലുണ്ട് കേട്ടോ. ഞാനിതൊരു മുയലൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ മിക്സ്ഡ് പുഴുക്കും സാധനങ്ങളൊക്കെ, അതുപോലെ മീനിന്റെ തല. എന്റെ വിചാരം മീനിന്റെ തലയൊക്കെ നമ്മൾ കളയാന്നാണ് കേട്ടോ. ഞാൻ കേട്ടുകൂടി ഉണ്ടായിരുന്നില്ല. സംഭവം ഭയങ്കര ഞാൻ ഷോക്കായി പോയി സാധനത്തിന്റെ സൈസും കാര്യങ്ങളും കണ്ടിട്ട്. പിന്നെ ഞാനാണെങ്കിൽ നാടൻകാലിന്റെ അത്ര വലിയ ഫാനൊന്നും അല്ല കേട്ടോ. പക്ഷെ ഇവിടുത്തെ സാധനത്തിന്റെ ടേസ്റ്റ് നല്ല രസം ഉണ്ടായിരുന്നു. നമുക്ക് അധികം കുടിക്കാൻ പറ്റില്ല. അച്ഛൻ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് അച്ഛനെ പോസ്റ്റ് ആക്കിക്കൊണ്ട് നമ്മൾ തന്നെ കുടിക്കണം മോശമല്ലേ. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് കുടിക്കാതെ വിചാരിക്കണം. നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നിന്ന് ആസ്വദിക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്കില്ല. അപ്പൊ പോകുന്ന വഴിക്ക് നമ്മൾ നല്ലൊരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ട് ഏതെങ്കിലും ഒരു പാടത്തിന്റെ വരമ്പത്ത് പോയിരുന്ന് കുറച്ചു നേരം എല്ലാവരും കൂടെ കഥ പറഞ്ഞിരിക്കാം. സൺസെറ്റ് പിടിക്കാനുള്ള മൂഡ് നമുക്ക് ആ സ്ഥലത്ത് കിട്ടിയില്ല. പിന്നെ ഈ ഒരു ഏരിയയിൽ നല്ല നാടൻ താറാമുട്ട കിട്ടുമെന്ന് പറഞ്ഞ് അമ്മ അതും വാങ്ങിച്ചിട്ടുണ്ട് ഒരു ഡസൻ. പിന്നെ ഇന്നലെ നമ്മുടെ വണ്ടി വേറെ സ്ഥലത്ത് ഇരിക്കുമായിരുന്നു. അപ്പൊ 3 വർഷം ശേഷം 2 വീലർ ഓടിക്കുന്നതിന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റും എനിക്കുണ്ടായിരുന്നു. വീട്ടിലെത്തിയിട്ട് വന്നിട്ട് നമ്മൾ കണ്ടത്തിലോട്ട് ഇറങ്ങാത്തതുകൊണ്ട് അച്ഛൻ എന്താണ് പുതുതായിട്ട് നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്നുള്ളതും തപ്പാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പേരയ്ക്ക കണ്ടു. പേരയ്ക്ക ചെടിന്നാണ് ഞാൻ വർഷം എടുത്തത്. അത് നാട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് 70-100 രൂപയൊക്കെ കൊടുത്ത് ഞാൻ അത്രയും കൊതിച്ചു വാങ്ങുന്ന സാധനം എന്റെ വീട്ടില്. എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ കയറുമ്പോഴത്തേക്കിനും എന്റെ ചങ്ക് ദാസം വന്നിട്ടുണ്ടായിരുന്നു. ആള് നാട്ടിൽ ലീവിന് വന്നേക്കാണ് കേട്ടോ. നമ്മൾ 3 വർഷം ശേഷം കാണുന്നത്. ഞാൻ പോകുന്നതിന് തലേന്ന് കണ്ടതാ. ഇപ്പൊ കാണാൻ പറ്റുന്ന ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. നമ്മൾ പാഴ്സൽ വാങ്ങിച്ച ഷാപ്പിലെ തലക്കറിയൊക്കെ കഴിച്ചതാ കിടന്നുറങ്ങാൻ പോവാണ്. ഒരു അടിപൊളി ദിവസമായിരുന്നു ഇന്ന്.